2:19. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ എന്താ ചിന്തിച്ചത് മറിയം എന്താ ചിന്തിച്ചതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പരിശുദ്ധ എലിസബത്തിനെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറഞ്ഞത് എന്താണ്? ലൂക്കാ 1:45. സ്തുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 1:45. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോഴും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണ്? കർത്താവ് പറഞ്ഞതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. കർത്താവ് പറഞ്ഞതാണ് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്ന്. കർത്താവ് പറഞ്ഞതാണ് ദാവീദിന്റെ സിംഹാസനം അവന് നൽകുമെന്ന്. ഇത് ഇപ്പം നൽകുന്നില്ലെങ്കിലും ഒരിക്കലും നൽകപ്പെടുകയല്ലെന്ന്, ഇത് നൽകാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് നിന്നെ അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുക. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അച്ഛനിലൂടെ എന്താ ഈശോ സംസാരിക്കണമെന്ന് അറിയത്തില്ലേ? ചില അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന്, ഇപ്പോൾ അവൾ അലിയ ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ജനുവരി ഇൻടേക്കിനാണ് പോകേണ്ടത്. ജനുവരി ഇൻടേക്കിന് വിട്ടില്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിസ പ്രോസസ്സിങ് നടന്ന് അവളെ കിട്ടും. അതിനാണ് ഈ പാസ്പോർട്ടിൽ തൈലം തേച്ചപ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായത് തരുമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവളെ കിട്ടിയില്ല. കിട്ടാതെ അപ്പോൾ ഇവൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേ അവളുടെ അപ്പനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പന് അന്ന് മുതൽ പിറ്റേ ആഴ്ച മുതൽ വചനം വായിക്കാൻ തുടങ്ങി. അപ്പന് വചനമൊക്കെ ഇഷ്ടമാണെങ്കിലും വചനം വായിക്കാറില്ല. അപ്പൻ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങി. കാരണം ഉടമ്പടിയിലുള്ളതാണല്ലോ വചനം, അരമണിക്കൂർ വചനം വായിക്കണമല്ല. അപ്പന് ഉടമ്പടിയുടെ ഭാഗമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമെന്നല്ലാതെ മകളുടെ ആനുകൂല്യങ്ങളിൽ നമുക്ക്, അനുഗ്രഹത്തിലും ശമ്പളത്തിലും നമുക്ക് പങ്കാളിത്തം വേണം. മകളുടെ ആത്മീയതയിൽ നമുക്ക് പങ്കാളിത്തം ഇല്ല. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? മകൾ ഇവിടുന്ന് പോയി യൂറോപ്പിൽ പോയി പഠിച്ച് അവളവിടെ ശമ്പളം കിട്ടി. അവൻ്റെ ശമ്പളം അപ്പം ഒപ്പിട്ട് മേടിക്കും. പക്ഷേ ഇവളുടെ ആധ്യാത്മികതയിൽ അത് നിങ്ങളാരെങ്കിലും ചെയ്തേക്കണം. അതാണ് ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും വന്നിരിക്കേണ്ട ഒരു അബദ്ധം. ഭാര്യമാരൊക്കെ ഉണ്ടതൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുക, അവരൊന്നും ചെയ്യത്തില്ല. അവർ ചെറിയ സ്മോളൊക്കെ അടിച്ച് അങ്ങനെ കറങ്ങിയൊക്കെ നടക്കും. അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പന് പക്ഷേ ഇത് മനസ്സിലായി, താൻ കൂടി ഇതിൻ്റെ അകത്ത് വരാതെ ഇനി ശരിയാകത്തില്ലെന്ന്. പുള്ളിക്കാരൻ അപ്പോൾ സ്വന്തം ഇവരാരും പറയാതെ തന്നെ സ്വന്തമായിട്ട് ഉടമ്പടി ഭാഗമായിട്ട് വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. വചനം പുള്ളിക്കാരൻ വായിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ സ്മെല്ല് സുഗന്ധപൂരമായ വീട് മുഴുവൻ നിറയ്ക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അനുഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രി 3 മണിക്ക് വിസ അടിച്ച് വരും. പ്രൈസ് ദി ലോർഡ്.
ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത് എന്താണ് എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. എന്നുവെച്ചാൽ ഉഭയകക്ഷി, രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണ് ശരിക്കും. അടുത്ത നീ ഒരു കക്ഷിയാണ്. നിന്നെ എന്നെയും കക്ഷിയാക്കാൻ ദൈവത്തിന് യാതൊരു സാധ്യതയില്ലാത്തതാണ്. എന്നിട്ടും ദൈവം നമ്മളെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അതൊരു മാറ്റർ ഓഫ് ഇൻറ്റിമസിയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണമെന്ന ബോധം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിലും എല്ലാം ആ ബോധം നിലനിർത്തണം. ഞാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തയാളാണ്. ഇപ്പോൾ ഒരു കോതമംഗലത്തെ ചേട്ടനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്ന് വെളുപ്പിനെയാണ് ഞാൻ നോക്കിയത്. ആ ചേട്ടായി ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ പോണതാണ്. അങ്ങനെയുടെ പ്രശ്നം ഭയങ്കര പുകവലിയാണ്. ഇപ്പോൾ പുകവലിയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചല്ലേ, ഇപ്പോൾ പുകവലി ഇല്ല. ഇപ്പോൾ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് നടക്കുകയില്ല ആൾക്കാർ. ചെറുപ്പക്കാരാണ് ഒട്ടിച്ച് നടക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചേട്ടായിക്ക് ഇത് നിർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവിടുന്ന് പോയിട്ട് വലിക്കാൻ അദ്ദേഹം മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോഴാണ് വലിക്കാൻ ഓർത്തത്. ഇടയ്ക്ക് ഇവിടെയൊക്കെ ശരിക്കും പോച്ച് പുകയും വിട്ടു പോണ പാർട്ടിയാണ്. ഇടയ്ക്ക് മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായ ഒരു സങ്കടം തോന്നി. പുള്ളി 2 പുക വിട്ടേച്ചും സിഗരറ്റ് ഒടിച്ച്. പുള്ളി പറഞ്ഞത് ഇന്ന് വരെ ഞാൻ പലയിടത്തും പോയി ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അവിടെ വെച്ച് ഒഴിവാക്കും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. പക്ഷേ ഇപ്പോൾ എത്രയോ നാളുകളായി ഞാൻ ഇന്ന് വരെ അത് എടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ ദൈവം നിൻ്റെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറയണത്? ദൈവം നമ്മുടെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം ചിലർക്കുണ്ടാകത്തില്ല. ചിലർക്ക് സാങ്കേതികമായിട്ട് അവിടെ പോയി കുത്തി, ഇവിടെ പോയി കുത്തി, അവിടെ പറഞ്ഞ് ഇവിടുന്ന് അത് മേടിച്ച് അവിടുന്ന് ഇത് മേടിച്ചൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ന്യൂമറിക്കലായിട്ടും സാങ്കേതികമായിട്ട് ഉടമ്പടി ചെയ്ത് പോകുന്നവരുണ്ട്. അവരെ ഞാൻ പറഞ്ഞ വിളിക്കാൻ തേക്കാൻ മിക്കവർക്കും പണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ അറിയണം, ബോധം ഉണ്ടാകണം, എവിടെയാണ് വന്നിരിക്കുന്നത്, എന്താണ് ചെയ്യണത്, ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണ്. ഞാൻ ദൈവമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നതുപോലെ എൻ്റെ ജീവിതം പച്ചപിടിക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ എൻ്റെ ഒരു കഴിവില്ല, അത് നീ നിൻ്റെ കൃപയിൽ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, ഞാൻ ചെയ്തോളാം. ഇതെല്ലാം ഇത് നീ ദൈവമായിട്ട് ആ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നീ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പാലിക്കണം. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ മനുഷ്യൻ പുകവലി അവസാനിപ്പിച്ചെന്ന് പറയണം. അപ്പോൾ പുകവലിയുടെ ആനുകൂല്യങ്ങൾ ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ. എനിക്ക് ബോറടിക്കുമ്പോഴും എന്തെങ്കിലും മനസ്സ് അസ്വസ്ഥ വരുമ്പോഴും 2 പുക വിട്ടാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ. ഇപ്പോൾ ഞാൻ അതിൻ്റെ വലിയ ആനക്കാര്യം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് സിഗരറ്റിനെക്കുറിച്ചൊരു വേദന തോന്നിയാൽ നീ അത് ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലും. നിനക്ക് സന്തോഷം ഉണ്ടാകണം. എന്തെങ്കിലും ക്രിസ്തുവിന് വേണ്ടി, ഇപ്പോൾ തെറ്റായ ഒരു ബന്ധത്തിലാണ്, പ്രണയബന്ധമാകാം, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് സ്ത്രീകളുമായിട്ടുള്ള പുരുഷന്മാരുള്ള ബന്ധമാകാം. പക്ഷെ നീ അത് ഉടമ്പടിയിൽ ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് സന്തോഷത്തോടെയാണ് നീ ഉപേക്ഷിക്കേണ്ടത്. അല്ലാതെ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് ഉടമ്പടി കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്നെ പഴയതുപോലെ അക്കൗണ്ട് തുടങ്ങിയേക്കാവുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഉടമ്പടി ഇല്ല, ഉടമ്പടിയിലല്ല. നീ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിച്ചിരിക്കുകയും ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീ ഇതൊക്കെ ചിലപ്പോൾ നിനക്ക് ചുറ്റിക്കളി ഔട്ട് പോസ്റ്റും അതുപോലെ തന്നെ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ടാകുന്ന പാർട്ടിയാണെങ്കിൽ വിചാരിച്ചോ. അപ്പം നീ വിചാരിക്കണം 90 ദിവസം വരെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാം, അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പല കലാപരിപാടി തുടങ്ങാം.
എന്നൊക്കെയാണെങ്കിൽ നിനക്ക് ഉടമ്പടി നീ ചെയ്യുന്നില്ല. അതാ മനസ്സിലാകും. നീ ഉടമ്പടിയിലല്ല നീ. കാരണം ദൈവത്തിനെ പറ്റിക്കാവുന്ന നേരത്തെ. അപ്പം നിൻ്റെ മനസ്സ് ദൈവത്തിന് അറിയാമല്ലോ, പറ്റിപ്പാണ്, ഉടായ്പം കൊണ്ട് വന്നിരിക്കുകയാണ്, തൽക്കാലം കൈ കാണിക്കാനുള്ള പറ്റിപ്പഴപ്പോൾ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ വന്ന് പണി മേടിച്ച പോലെ ഇരിക്കും. എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾ ആലപ്പുഴ വന്ന് പണി മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വീട്ടിലിരിക്കാൻ പറ്റേ. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുകയാണെങ്കിൽ കർത്താവിനൊരു സന്തോഷത്തെ, അതാണ് സന്തോഷത്തോടെ 13 അധ്യായം. എന്ത് ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ, എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അത് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടാകണം. മനസ്സിലായില്ലേ? നീ എന്തെങ്കിലും പാപകരമായോ അല്ല കാര്യങ്ങൾ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചാൽ, ഒഴിവാക്കിയാൽ നിനക്ക് നിരാശയോടെ സങ്കടത്തോടെയാണെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത്. അത് സന്തോഷത്തോടെ ചെയ്താലേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സങ്കടത്തോടെ, കാര്യം ഒരു യുവാവിന് ഭയങ്കര ധനമുണ്ടായില്ലേ, അപ്പോൾ അത് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ സങ്കടത്തോടെ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് സന്തോഷമോ സങ്കടമോ ഉണ്ടാകട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ് സന്തോഷത്തോടെ പോയി. 13 അധ്യായം ശ്രദ്ധിക്കട്ടെ. മത്തായി ശ്ലീഹ 13:44 വായിച്ചോളൂ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്കു തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഈ വയൽ വാങ്ങിയ ആൾക്കാരാണ് അഭിഷേപിതാവും മാതാവും. മനസ്സിലായില്ലേ? തനിക്കുള്ളതെല്ലാം വിറ്റ്, അവർ വിൽക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സംഭവമൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നതാണ്. അവിടെ നാട്, അവിടെ വീട്, പ്രസവിക്കാൻ നല്ലൊരു ഇടം, അവരുടെ അമ്മയുടെ പരിചരണങ്ങൾ, അന്നമ്മയുടെ പരിചരണങ്ങൾ, ഇങ്ങനെ കുറേ കാര്യം മാതാവ് വിറ്റിട്ടുണ്ട്. മാതാവ് ഈ പുൽത്തൊട്ടിയിൽ ഉണ്ണീശയുമായിട്ട് പെറ്റ് കിടക്കുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതാ വിറ്റ ദൈവരാജ്യത്തിൻ്റെ ആദ്യ പൈതലാണ്. കൈയിട്ടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ദൈവവുമായിട്ട് നീ ഉടമ്പടി ചെയ്തതിൻ്റെ പേരിൽ നീ വെച്ചനുഭവിച്ചിരുന്ന എന്തെങ്കിലും സുഖങ്ങളോ സന്തോഷങ്ങളോ നീ അത് വേണ്ടെന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ മാത്രമേ ചെയ്താൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് വിഷയം. മനസ്സിലായില്ലേ? ദുഃഖത്തോടെ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരു ധനിയ യുവാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ യേശു, അവൻ ദുഃഖത്തോടെ തിരിച്ചു പോയെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 18:22. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. കാരണം അവൻ വലിയ ധനികനായിരുന്നു. അപ്പം അവന് വ്യസനമുണ്ടായി. ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ, ചിലപ്പോൾ കൂട്ടുകെട്ടായിരിക്കാം. അപ്പം നിങ്ങളെന്താണ് ഉടമ്പെടുക്കാൻ ഇത്രയും നാൾ താമസിച്ചത്? കൂട്ടുകാരെ വിടാഞ്ഞ കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആലപ്പുഴ പോകണ ഉടമ്പെടുക്കാൻ പോകണമെന്ന് പറയാൻ പാടും. ആ തട്ടിപ്പ് ധ്യാന കേന്ദ്രത്തിൽ പോയി കാണാം, നീ യൂട്യൂബ് കേട്ടാ എന്ന് പറയും. അപ്പോൾ കൂട്ടുകാരെ പിടിച്ച് നിർത്തുന്നതിനാ. ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എന്താ ഇവിടെ നടക്കണമെന്ന്. ഇവിടെ വരുന്നത് വരെ നിന്നെ പിശാച് പിടിച്ചു നിർത്തും. അത് തട്ടിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പിശാച് ആദ്യകാലം പോലെ പറയണതല്ലേ, ദൈവം നിന്നെ തട്ടിച്ചതാണ്, നീ ഈ പഴം കഴിക്കുകയാണെങ്കിൽ നിനക്ക് മെച്ചമുണ്ടാവുമെന്ന് ആദ്യകാലം പോലെ ഒന്നേ കൂട്ടുകാരിലൂടെ, അല്ലെ ഗ്രൂപ്പിലൂടെ, അല്ലെ ബന്ധുക്കളിലൂടെ, അല്ലെ സ്വന്തപ്പെട്ടവരിലൂടെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിലൂടെ. അപ്പോൾ നീ ഇപ്പോൾ ഇനി ആത്മീയതയിലേക്ക് പോകുകയാണല്ലേ, അപ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്.
നീ ഇപ്പോൾ ആത്മീയതയ്ക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ ഉപവാസം ഉണ്ടാകും, ശാരീരികമായ ബന്ധങ്ങൾക്കൊക്കെ എല്ലാം പരിമിതി ഉണ്ടാകുമെന്നാണ് ഭർത്താവ് വിചാരിക്കണത്. ആ ഒറ്റ കാര്യം കൊണ്ട് ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ഉടമ്പടി തന്നെയല്ല, ധ്യാനം പോലും കുടിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഉടമ്പടിയുടെ പരിധി വരുന്ന വിഷയങ്ങളല്ല. കുടുംബജീവിതം പോലെ അങ്ങോട്ട് പോകും. അതൊക്കെ തെറ്റിദ്ധാരണ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഈസിയായിട്ട് സൗജന്യമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിസ്തുവിന് തോന്നണം നമ്മൾ സീരിയസ് ആണെന്ന്. നമ്മൾ ഈ വിഷയത്തിൽ സീരിയസ് ആണെന്ന് ക്രിസ്തുവിന് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അതാണ് വിഷയം. എന്തെങ്കിലും പേയ്മെൻറ്റ് വേണം. എന്തെങ്കിലും പേയ്മെൻറ്റ് നീ എന്ത് കൊടുത്തു എന്ന് ചോദിക്കത്തില്ലേ? കർത്താവിൻ്റെ വചനം നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അതിനെന്താണ് നീ കൊടുത്ത പേയ്മെൻറ്റ്? കാര്യം ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 കൊരിന്തോസ് 6:20. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു കാലമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി തമ്മിൽ ആലോചിക്കാതെ പറ്റത്തില്ല. ഒരു ഏകപക്ഷീയമായിട്ട് ഞാൻ ഭർത്താവിൻ്റെ അവകാശം നിഷേധിക്കുമെന്ന് ഭാര്യയ്ക്ക് പറയാൻ അവകാശമില്ല. ഏകപക്ഷീയമായിട്ട് ഭർത്താവിനും പറയാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും ഒത്തിരി ഭാര്യമാർ എൻ്റെ അടുത്ത് വന്നത് ഭർത്താവിനോട്, ഞാൻ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടവകയിലെ ഭാര്യമാരൊക്കെ വന്നതിനെ കണ്ടിട്ട് ഞാൻ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുക. ഞങ്ങൾക്ക് തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ട് വർഷങ്ങളായി, മാസങ്ങളായി, എന്താണ് പ്രശ്നമെന്ന് അയാൾ പറയണില്ല എന്ന് പറയും. എൻ്റെ വായിൽ നിന്ന് എന്തോ പൊട്ടത്തരം വന്നെന്നാണ് അയാൾ പറയണത്. പക്ഷേ അതൊന്നും എല്ലാ കാര്യമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വരാൻ കാര്യം, ഈ ദൈവത്തെ ശരീരത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അത് ചിലപ്പോൾ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതിന് പരസ്പര ധാരണ വേണം. ഭർത്താവ് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഭാര്യ അംഗീകരിക്കണം. ഒരാൾക്ക് മാത്രമായിട്ട് അപ്പോൾ കൂദാശയിൽ നിങ്ങളെ ഒരു ശരീരമാക്കിയിരിക്കണം ദൈവമല്ലേ? ദൈവം തന്നെയല്ലേ ഒരു ശരീരമാക്കിയത്? ആ ദൈവം നിങ്ങൾ രണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ ശാരീരികമായ വിഷയങ്ങൾ കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ രീതി തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ധാരണ എത്തിയാൽ, അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 7:4-5. 1 കൊരിന്തോസ് 7:4-5. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല അവനെയല്ല ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. അപ്പം ഇതാണ് വചനത്തിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭർത്താവും ഭാര്യയ്ക്കും വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക്, പല 90 ദിവസമോ അല്ല ഒരു സമയം എടുത്ത് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അതിന് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ് വചനം പറയണത്. അപ്പോൾ പക്ഷേ അതിന് മ്യൂച്വൽ കൺസേൺ വേണം, അതിന് പരസ്പര ധാരണ വേണം അതിന്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ്. ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രചോദനപ്പെടുമെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം കയറി വരേണ്ട കാര്യമില്ല. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വാട്ട് ഈസ് അവർ പോയിന്റ്? അവർ പോയിന്റ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണല്ലോ ഇവിടുത്തെ വിഷയം. അമ്മയുടെ ഹൃദയത്തിൽ സംഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമായിരുന്നു എന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയണത്, അല്ലാതെ നിരാശയല്ല. ഈ ഇടയന്മാർ പ്രാകൃതരായ മനുഷ്യർ, പരിചയമില്ലാത്ത മനുഷ്യർ, ബന്ധുക്കളല്ലാത്തവരെ കണ്ടെങ്കിലും അമ്മയ്ക്കുള്ളിൽ സന്തോഷമാണ്. കാര്യം എന്താണ്? അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പം പാലിക്കുന്നില്ലെങ്കിലും അപ്പൻ അത് ഭാവിയിൽ പാലിക്കുമെന്നുള്ള
സന്തോഷമാണ്. തൻ്റെ കാര്യം അതിൻ്റെ പേരിലാണ് തനിക്കുള്ളതെല്ലാം അമ്മ വിറ്റത്. സ്വന്തം വീട്, സ്വന്തം നാട്, സ്വന്തം ബന്ധുക്കളെ പ്രസവിച്ച് കിടക്കാനുള്ള സുരക്ഷിതമായ ഇടം കൊടുത്തിട്ട് അമ്മ നിരാശയോടെ അല്ല പോകുന്നത്. ഓരോ വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ അമ്മയ്ക്ക് സത്തത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ലഭിക്കാത്ത ഇല്ലായ്മയ്ക്ക് അമ്മയ്ക്ക് സങ്കടമില്ലായിരുന്നോ എന്നാ പറയുന്നത്. എന്താ കാര്യം? അമ്മ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സന്തോഷത്തോടെയാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്താ സഹോദരങ്ങളെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഉടമ്പടി പ്രകാരം നിങ്ങൾക്കൊരു ഈടരവോ കുറവോ എങ്കിലും വന്നാൽ അത് സന്തോഷത്തോടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ വചനത്തിൽ ചില കാര്യങ്ങൾ ഷിഫ്റ്റിംഗ് വരും. ഇപ്പം ചിലപ്പോൾ നടക്കണില്ല എന്നുണ്ടെങ്കിലും അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പം നടക്കണില്ലെന്നേ ഉള്ളൂ, അപ്പം അത് നാളെ നടക്കാം. അതാണ് അമ്മയുടെ ഹൃദയത്തിൽ സംഭവിക്കാൻ കാരണം. ഉടമ്പടിയിൽ ഇങ്ങനെ വരും, ഇപ്പം നടക്കില്ല. പക്ഷേ എനിക്ക് അവളുടെ അതായത് സിജിമോളിൻ്റെ സാക്ഷിയില്ലേ, സിജിമോളുടെ സാക്ഷ്യത്തിൽ ഉണ്ടാകുന്നൊരു വിഷയം. ഇപ്പം സിജിമോൾ സാക്ഷ്യം ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റോഡിൽ നിന്ന് വലിയൊരു മഴവില്ല് റോഡിൽ നിന്ന് വളഞ്ഞാകാശം പൊട്ട് നിൽക്കും. അത് മഴവില്ലാണ് ശരിക്കും. അപ്പോൾ സിജിമോൾ ഉടനെ പറയണത്, എൻ്റെ ഉടമ്പടി കർത്താവ് സ്ഥിരീകരിച്ചെന്നാണ്. എന്താ കാര്യം? സിജിമോളോട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടത്തണം. നിങ്ങൾ ഉടമ്പടിയുടെ റേഞ്ച് മനസ്സിലാക്കണം. ഉടമ്പടി അവളുടെ ഡേറ്റ് ഇട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 30 അമ്മ എൻ്റെ ആങ്ങളെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കണതാണ്. എത്ര വർഷമായി? ഇപ്പോൾ 40-40 വയസ്സുണ്ടെന്ന് തോന്നുന്നു ആ കക്ഷിക്ക്. എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വേണ്ടെന്ന് പറഞ്ഞ് നടത്തിയത് കല്യാണം ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവൾക്കാണ് അയാളെ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. അവസാനം അയാൾക്ക് ആരും ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി ഇരിക്കുന്നത്. പക്ഷേ അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം അമ്മേ. അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. ഇവൾ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ കാർ ഇവിടുന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ മഴവില്ല് വീശി അടിച്ച് നിന്ന്. ഉടനെ അവൾ പറയുന്നുണ്ട്, ദേ മഴവില്ലേ. എന്താ മഴവില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ല് കാണുമ്പോൾ ലുക്ക 9 നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9:4 9:14 തോന്നണം. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 9:16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അതായത് ഉടമ്പടിയെ, നിന്റെ ഉടമ്പടിയെ ഞാൻ ഓർത്തിട്ടുണ്ടെന്നാണ് പറയണത്. അത്രയും ക്ലിയറാണ്. അതായത് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത അടയാളങ്ങളാണ് ദൈവം കാണിക്കണത്. ഓക്കെ, അവൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ പറയണത് തേ മഴവില്ല് വീശി നിൽക്കണം. ഉടനെ ഉൽപ്പത്തി പുസ്തകത്തിലെ 9:14 വാഗ്ദാനമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തില്ല. മേഘങ്ങൾ മഴവില്ല് കാണുമ്പോൾ നിങ്ങളെ ഞാനുമായിട്ട് ചെയ്ത ഉടമ്പടി നീ ഓർക്കണം. പക്ഷെ ഇവിടെ കണ്ണ് നിറയണ ഒരു അവസ്ഥയുണ്ട്. ഈ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആങ്ങളോട് ഇവൾ ഉടമ്പടി ചെയ്ത കാര്യം പറയത്തില്ല. പക്ഷെ ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അളിയനെ ആങ്ങളെ വിളിക്കും, പിള്ള ഭർത്താവിന്, ആ അളിയ എനിക്ക് കല്യാണം കഴിക്കണം, നീ ഒരു പെണ്ണ് നോക്കാൻ പറയും. ഇതിൻ്റെ പൊക്ക് കണ്ട. എന്നിട്ട് പെണ്ണ് വീട്ടുകാരെ കല്യാണം ഫിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോയിട്ട് കല്യാണം ഫിക്സ് ചെയ്യും. അത് പെണ്ണ് വീട്ടുകാരാണ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കല്യാണത്തെ ഡേറ്റ് നോക്കുമ്പോൾ ഡിസംബർ 30. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഡിസംബർ 30 അമ്മയോട് ഡേറ്റ് ഇട്ടുണ്ടെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 30 നടത്തേണ്ടതെന്ന്. ഇതാണ് ടൈമെന്ന് പറയണത്. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണം, കുറച്ചുകൂടി ആത്മബന്ധമുണ്ടാകണം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉടമ്പടിയോട് കമ്മിറ്റഡ് ആകണം. അല്ലാതെ പകുതി ചെയ്തില്ല, പകുതി അടുത്ത ആഴ്ച ചെയ്യാം, ഉടമ്പടി പുതുക്കുമ്പോൾ ചെയ്യാം, ഇങ്ങനെ ഉടമ്പടി ചെയ്താൽ മൊത്തം ഉടമ്പടി ഉഴപ്പായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴും ഈശോ തന്ന നിർദ്ദേശം.
ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഉടമ്പടിയെടുത്ത മക്കള് ഉടമ്പടി നിബന്ധനകള് ശ്രദ്ധാപൂർവ്വം പാലിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദാനം ചെയ്യണമേ. ഈശോയെ സമയത്തെ ത്വരിതപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, ഹല്ലേലൂയ, 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 ഈശോയെ, ഹല്ലേലൂയ. വിവിധ രോഗാവസ്ഥകളിലൂടെ യേശുവേ, കടന്നുപോകുന്ന മക്കളെ ആരാധന, പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കർത്താവിനെ തന്നെ സൂക്ഷിച്ച് നോക്കുക. കർത്താവിനെ നോക്കുന്നവർ പ്രകാശത്തിലാകും. വിശ്വാസത്തോടെ നോക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കൃപയുടെ പ്രകാശം വീശുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോയൊന്നും അസാധ്യമല്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവ്. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവ്. കർത്താവ്, ഇതിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിക്കുഴകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസഭിത്തികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഹൃദയത്തിലെ, കരളിലെ, കിഡ്നികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, കിഡ്നി കല്ലുള്ളവരെ ഈ നിമിഷം പൊടിഞ്ഞു മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കരളിനൊക്കെ സ്പർശിക്കണേ കർത്താവെ. ഈശോ, ട്യൂബുകളെല്ലാം ബ്ലോക്കായിരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന യേശുവേ, യേശുവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Lord, in peace Spirit, I command to you, in the name of Jesus Christ, to be healed.